ഒരു നിശ്ചിത മാർക്കറ്റിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിക്കുക, അത് പ്രയോഗിക്കുക. അതായത് വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലാംഗ്വേജ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു മാർക്കറ്റ് പ്ലേസിലെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ പഠിച്ചെടുക്കുക, അത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. അപ്പോൾ എന്താണ് ഒരു നിശ്ചിത മാർക്കറ്റിൻ്റെ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രിക്കറ്റ്, അതായത് നമ്മുടെ സ്പോർട്സിലെ ക്രിക്കറ്റിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കോമ്പറ്റീഷൻ. രണ്ട് ടീമുകൾ തമ്മിലൊരു കോമ്പറ്റീഷനാണ്, റൈവലറിയാണ്, ഇമോഷൻസ് ആണ്, സക്സസ് ആണ്, ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇമോഷൻസും ആണ് ആ പറയുന്ന ക്രിക്കറ്റിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം സിനിമയാണ്. സിനിമ എന്ന് പറയുന്നത് എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷം, ഇമോഷൻസ്, റൈവലറി, കാഴ്ചക്കാരൻ്റെ പല വിധത്തിലുള്ള ഇമോഷൻസിനെയും അതിലൂടെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലാണേലും ആ കസ്റ്റമറുടെ ലാംഗ്വേജ്, കസ്റ്റമറുടെ നീഡ്, വാണ്ട്, പെയിൻ പോയിന്റ്സുകൾ ഇത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം ഏത് നിഷ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഭാഷ നമ്മൾ പഠിക്കണം. അവിടെ ബേസിക് ആയിട്ടുള്ളൊരു ഭാഷ, എല്ലാ ഭാഷകളുടെയും ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. അതായത് നമ്മൾ ഏത് ഇമോഷൻ ആണോ നമ്മൾ ആ മാർക്കറ്റ് പ്ലേസിൽ ഉപയോഗിക്കുന്നത്, കസ്റ്റമർ അല്ലെങ്കിൽ ആ പറയുന്ന ഉപഭോക്താവിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ ആയിരിക്കണം. അതായത് ആ വ്യക്തി മാത്രമായിരിക്കരുത് അതിൻ്റെ ഉപഭോക്താവ്, അദ്ദേഹം ഒരുപാട് പേരിലേക്ക് ആ ഇമോഷനെ എത്തിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നിശ്ചിത മാർക്കറ്റിൻ്റെ ഭാഷ പഠിച്ചെടുക്കുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് സക്സസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.